18 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം ഭൂമി തൊട്ട് ശുഭാംശുവും സംഘവും ആക്സിയം 4 ദൗത്യ സംഘം വിജയകരമായി ഭൂമിയിൽ മടങ്ങിയെത്തി. ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കിയ രണ്ടാമത്തെ ഭാരതീയനാണ് ശുഭാംശു. വിജയകരമായ യാത്രയ്ക്ക് ശേഷം ഇന്ന് 3 മണിയോടെയാണ് ആക്സിയം ബഹിരാകാശ പേടകം ഭൂമി തൊട്ടത്. 3 മണിക്ക് കാലിഫോർണിയയുടെ തീരത്ത് 4 പാരച്യൂട്ടുകൾ വിടർത്തി സുരക്ഷിതമായി പേടകം കടലിൽ ഇറങ്ങി. ബഹിരാകാശ പേടകത്തിൽ ശുഭാംശു ശുക്ലയോടൊപ്പം അമേരിക്കയുടെ പെഗ്ഗി വിറ്റ്സൺ, പോളണ്ടിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികൻ സ്ലാവോസ് യുനൻസ്കി വിൻസനുസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടൈബർ കബു എന്നിവരും ഭൂമിയിൽ തിരിച്ചെത്തി. കടലിലിറങ്ങിയ ബഹിരാകാശ പേടകം കപ്പലിലേക്ക് എടുത്തുയർത്തി സുരക്ഷിതമായി ഓരോ ബഹിരാകാശ യാത്രികരെയും പുറത്തിറക്കി. ആദ്യം പുറത്തു വന്നത് പെഗ്ഗി വിൻസൺ, പിന്നാലെ ഭാരതത്തിന്റെ അഭിമാനമായ ശുഭാംശു ശുക്ലയും പുറത്തിറങ്ങി. രണ്ട് ബഹിരാകാശ യാത്രികർ കൂടി പുറത്തിറങ്ങിയതോടെ ദൗത്യം പൂർത്തിയായി. ഇന്നലെ 4:45ഓടെയാണ് ആക്സിയം പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്നും വേർപെട്ടത്. തുടർന്ന് 22 മണിക്കൂർ നീളുന്ന യാത്രയ്ക്ക് ശേഷമാണ് പേടകം കടലിൽ ഇറങ്ങിയത്. ഏറ്റവും കൂടുതൽ ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞ ഭാരതീയൻ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഭാരതീയൻ തുടങ്ങി 2 റെക്കോർഡുകളുമായാണ് ശുഭാംശു ഭൂമിയിൽ തിരിച്ചെത്തിയത്. 7ഓളം വ്യത്യസ്ത പരീക്ഷണങ്ങളും അദ്ദേഹം ബഹിരാകാശത്ത് നടത്തിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.